ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തേങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ തേങ്ങയായാലും മതി, ഏതായാലും എല്ലാം ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കാൻ നോക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ ചോറും കൂടി എടുക്കാം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, ഇതാണ് കണക്ക്. ചോറില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് അവിലെടുക്കാം കേട്ടോ. കുതിർത്ത അവിൽ നമുക്ക് 1/2 കപ്പ് അളവിലെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കുമ്പോൾ ആ പൊടികളൊന്നും പാറാതിരിക്കും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ പൊടികളൊക്കെ അവിടെ ഒട്ടി പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം പോരാൻ തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പം നല്ല നൈസായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർക്കണം. അപ്പോൾ നമ്മൾ ജാറ് കഴുകിയ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ദോശമാവിൻ്റെ അളവിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വെള്ളം പോരാൻ തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് വീണ്ടും നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാടങ്ങ് ലൂസാക്കരുത്. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. ഇതിന് ഉടനെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഉടനെ നമ്മൾ അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടും ഉണ്ടാക്കാം, ചേർക്കാതെ ഉണ്ടാക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് എന്തായാലും കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചേർക്കാതെ ഉണ്ടാക്കുക, ഒരു കുഴപ്പമില്ല. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. 2 രീതിയിലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ദോശ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. നോൺ സ്റ്റിക്ക് പാൻ ആയാലും കുഴപ്പമില്ല, ഇരുമ്പിൻ്റെ ദോശക്കല്ലായാലും കുഴപ്പമില്ല കേട്ടോ. ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഞാനിപ്പോൾ 2 സൈഡാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതിയെങ്കിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ 2 സൈഡ് നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നിന്ന് നമുക്കൊരു 7 മുതൽ 8 ദോശ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് കലക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ഒരുപാട് ലൂസാക്കാതെ വേണം കലക്കിയെടുക്കാനായിട്ട്. 1 കപ്പ് അളവിൽ നിന്ന് നമുക്കൊരു 7 മുതൽ 8 ദോശ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടിയൊക്കെ കൂട്ടി ചേർത്താൽ മതി. അതുപോലെ തേങ്ങയും ചോറിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുത്തിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് തരം ചട്നിയുടെ കൂടെയും കഴിക്കാം. ഞാനിപ്പോൾ തക്കാളി ചട്നിയുടെ കൂടെയാണ് ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്